ഇപ്പോൾ വനം മന്ത്രി എ കെ ശശീന്ദ്രൻ പ്രതികരിക്കുകയാണ്. അവിടെ മാനന്തവാടി ടൗണിനടുത്താണ് ഈ കാട്ടാനക്കൂട്ടം ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശവും വാണിജ്യ മേഖലയുമാണ്. അവിടെ നിന്നും കാട്ടാനക്കൂട്ടത്തെ പിരിച്ചു കാട്ടിലേക്ക് അയക്കണമെങ്കിൽ സാഹസികമായൊരു ജോലിയാണ് ചെയ്തു തീർക്കാനുള്ളത്. അവിടെ ജനക്കൂട്ടം മയക്കുപിടി വെച്ച് കാട്ടാനയെ പിടികൂടി കാട്ടിലേക്ക് അയക്കുക എന്നതാണ് ഒരു പോംവഴി. പക്ഷേ മയക്കുപിടി വെക്കണമെങ്കിൽ ജനവാസ മേഖലയിൽ വെച്ച് മയക്കുപിടി വെക്കാൻ സാധ്യമല്ല. അത് അത്യന്തം അപകടമാണ്. അതുകൊണ്ട് തന്നെ മാനന്തവാടി പ്രദേശത്ത് 144 പ്രഖ്യാപിച്ചുകൊണ്ടുള്ള നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സ്കൂളിലേക്ക് പുറപ്പെട്ട വിദ്യാർത്ഥികളെ സ്കൂളിൽ തന്നെ സുരക്ഷിതമായി നിർത്താനും മറ്റുള്ളവരോട് സ്കൂളിലേക്ക് വരണ്ട എന്നുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട്. വളരെ ജാഗ്രതയോടുകൂടിയ പ്രവർത്തനമാണ് കാട്ടാന ഇറങ്ങിയതിന് ശേഷം വനംവകുപ്പിലെ ജീവനക്കാരും ജനപ്രതിനിധികളും അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്ഥലം MLA കേളു എവിടെയാണെങ്കിൽ പോലും രാവിലെ വിവരം അറിഞ്ഞു തോന്നിൽ അദ്ദേഹം ജനങ്ങളുടെയും ജനപ്രതിനിധികളുമായി സംസാരിച്ച് അവിടെ ഉദ്യോഗസ്ഥന്മാരുമായി സഹകരിച്ച് പ്രശ്നത്തിന് പരിഹാരം കാണാൻ ശ്രമിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജില്ലാ കളക്ടർ ആവശ്യമാണെങ്കിൽ സംഭവസ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി ആവശ്യമായ നടപടികൾ കോർഡിനേറ്റ് ചെയ്യുന്നതിനുള്ള നിർദ്ദേശവും നൽകി കഴിഞ്ഞിട്ടുണ്ട്. മയക്കുവെടി വിൽക്കുന്നതിൻ്റെ ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ അതിനുള്ള അനുവാദം നൽകുന്നുള്ള നടപടികളും ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ജനങ്ങൾ ഉദ്യോഗസ്ഥന്മാരുമായി സഹകരിച്ചാൽ മാത്രമേ ആ പ്രശ്നത്തിന് ഒരു പ്രയാസമില്ലാതെയും അപകടമില്ലാതെയും കൈകാര്യം ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ജനങ്ങൾ സഹകരിക്കണമെന്ന് അവരോടെല്ലാം വിനീതമായി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അതെ, ഇപ്പോൾ ഏതായാലും കർണാടക ഈ റേഡിയോ കോളർ ഘടിപ്പിച്ച ആന കർണാടകവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ വയനാട് DC കർണാടകത്തിലെ ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ട് അവരുടെ സഹായം കൂടി അഭ്യർത്ഥിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കളക്ടർ ഈ പ്രശ്നങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് മോണിറ്റർ ചെയ്യുന്നതിനുള്ള നിർദ്ദേശമാണ് കൊടുത്തിട്ടുള്ളത്. അവരുടൻ തന്നെ സംഭവ സ്ഥലത്ത് എത്തുമെന്നാണ് എന്നെ അറിയിച്ചിട്ടുള്ളത്. കേട്ടില്ല. അല്ല, മയക്കുപിടി വെക്കണമെന്ന് പറഞ്ഞാൽ അതാണ് അവസാനത്തെ നടപടി. അതിനുള്ള തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. പക്ഷേ ആൾക്കൂട്ടമുള്ള സ്ഥലത്ത് നിന്ന് മയക്ക് പിടിച്ചാൽ ഈ വെടി കൊണ്ട് ഉടനെ ആന വല്ലാതെ വയലൻ്റായി ഓടും. അങ്ങനെ ഓടുന്ന ഘട്ടത്തിൽ ജനങ്ങളെവിടെ ഉണ്ടായാൽ അത് വലിയൊരു ദുരന്തത്തിലേക്ക് വഴിവെക്കും. അതുകൊണ്ട് ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു സഹകരണമാണ് ആവശ്യമെന്ന് പറയാൻ അതാണ് കാരണം. അവർ നല്ല നിലയിൽ സഹകരിക്കുന്നുണ്ടെന്നാണ് എനിക്ക് ഇതിനകം കിട്ടിയിട്ടുള്ള റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ വേറെ ഒന്നുമില്ലല്ലോ. വനമന്ത്രി എ കെ ശശീന്ദ്രൻ ആണ് ഇപ്പോൾ പ്രതികരിച്ചത്. വയനാട് മാനന്തവാടിയിലെ ജനവാസ മേഖലയിലാണ് ഇപ്പോൾ കാട്ടാന നിലയുറപ്പിച്ചിട്ടുള്ളത്. ഇന്ന് പുലർച്ചെയാണ് നാട്ടുകാർ നഗരത്തിൽ കാട്ടാനയെ കണ്ടത്. മേഖലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കർണാടക വനമേഖലയിൽ നിന്നാണ് ഈ കാട്ടാന എത്തിയത് എന്നാണ് പ്രാഥമികമായ വിവരങ്ങൾ. നിലവിൽ അവിടെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും നടത്തിയിട്ടുണ്ട് എന്നാണ് വനമന്ത്രി പറയുന്നത്. കാട്ടാനയെ തിരികെ കാട്ടിലേക്ക് കയറ്റിവിടുന്നതിനുള്ള ശ്രമങ്ങൾ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പരാജയപ്പെടുകയാണ് എങ്കിൽ മയക്കുവെടി വെക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകേണ്ടി വരും. അതിനുള്ള അനുമതിയടക്കം നൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് വനം വകുപ്പ് മന്ത്രി വ്യക്തമാക്കിയത്. വയനാട് മാനന്തവാടി നഗരത്തിലാണ് കാട്ടാന പരിഭ്രാന്തി പരത്തിയത്. ഇന്ന് പുലർച്ചെ ആണ് പാൽ കൊടുക്കുന്നതിനായി സൊസൈറ്റിയിലേക്ക് പോയ ക്ഷീരകർഷകനാണ് ആദ്യം ആനയെ കണ്ടത് എന്നാണ് പറയുന്നത്. എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള അക്രമ സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ആന മറ്റ് കാർഷിക മേഖലയിലടക്കം നാശം വിതച്ചതായുള്ള റിപ്പോർട്ടുകളൊന്നും തന്നെ ഇതുവരെയും പുറത്തു വരികയും ചെയ്തിട്ടില്ല.